നമസ്കാരം. ഈ കഴിഞ്ഞ മഹാകുംഭമേളയുടെ സമയത്ത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം താരമായിരുന്നത് ഇൻഡോറുകാരി ഒരു പെൺകുട്ടിയാണ്. വെള്ളാരം കണ്ണുകളും നിറഞ്ഞ പുഞ്ചിരിയുമുള്ള കുംഭമേളയുടെ മൊണാലിസ എന്നറിയപ്പെട്ട മോണി ബോൺസിലെ. ഇന്ന് മോണി ബോൺസിലെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഒരു ചടങ്ങിന് വേണ്ടിയാണ് മോണി ബോൺസിലെ കോഴിക്കോട് എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കുംഭമേളയിലെ മൊണാലിസയെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അടിപൊളിയാണ്. ഓരോ ഭാഗ്യത്തിനെ കുറിച്ച് ഓർത്തിട്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ ഫാനാന്ന് പറഞ്ഞതിൽ അതിലും വലിയ സന്തോഷമുണ്ട്. കാണാനായിട്ട് ഞങ്ങൾ അങ്ങനെ വന്നാലേ ഞങ്ങൾ വിചാരിക്കാതെ ഇവിടെ എത്തിപ്പെട്ടതാ. ഞങ്ങളെ കാവിലെ ഉത്സവമാണ്. അപ്പൊ അതിന് സാരി എടുക്കാൻ എല്ലാരും കൂടി വന്നതാണ്. അപ്പോഴാണ് വിചാരിക്കാതെ ഈ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല സന്തോഷം തോന്നി. വിചാരിക്കാതെ കിട്ടിയൊരു ഭാഗ്യല്ലേ, അത് വലുതായിട്ട് തന്നെ കാണുന്നത്. കുംഭമേളയിലെ മൊണാലിസയെ കണ്ടു. നമ്മൾ അതിൽ കണ്ട പോലെ തന്നെയല്ല, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തു. നന്നായിട്ടൊന്ന് ഫീൽ ചെയ്തു. കാരണം അതില് വേറൊരു റൂറൽ ലൈക്ക് ഒരു നാട് നമ്മളെ ഒരു കൾച്ചർ ഡ്രസ് ഇട്ടിട്ടായിരുന്നു. ഇതിപ്പോ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് മോഡേൺ ആയിട്ട് ആണ്. ടോട്ടലി ഒരു ചേഞ്ച് ഓവർ. യെസ്, കാരണം നമ്മളിപ്പം പെട്ടെന്ന് ആദ്യം മീൻസ് അന്നൊരു മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഒരാളെ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ലൊരു ലുക്കായിട്ട് കണ്ടപ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. കുംഭമേളയിൽ നമുക്ക് പോവാൻ സാധിച്ചില്ല. നമ്മള് ടിവിയിലൊക്കെ കണ്ടിട്ടാണ് അത് എന്താ പറയാ ആസ്വദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിനെ ടിവിയിൽ കൂടിയും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വേണം, എനിക്ക് തോന്നുന്നു നല്ലൊരു കഴിവുള്ള ഒരു കുട്ടിയാണ്. പിന്നെ എന്താണ്, നമ്മൾ താഴെത്തട്ടിലുള്ള ആളുകളെ കുറച്ചും കൂടി മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ അത് നല്ലതാണ്. നമ്മൾ ഉള്ളവരെ തന്നെ കുറെ എന്താ പറയാ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇല്ലാത്തവർക്ക് കിട്ടട്ടെ, ഉള്ളവർ കുറച്ചൊന്ന് താഴെ നിൽക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. ശരി, താങ്ക്സ്. മഹാകുംഭമേളയുടെ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായാണ് രുദ്രാക്ഷമാല വിൽക്കുന്നതിന് വേണ്ടി വന്ന പെൺകുട്ടി ക്യാമറ കണ്ണുകളുടെ മുന്നിൽ പെടുന്നത്. തുടർന്ന് അങ്ങോട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെങ്ങും ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പരക്കുകയായിരുന്നു. അങ്ങനെയാണ് മോണി ബോൺസിലേക്ക് കുംഭമേളയുടെ മൊണാലിസ അല്ലെങ്കിൽ പ്രയാഗ്രാജിന്റെ മൊണാലിസ എന്ന പേര് കിട്ടുന്നത്. അതിനുശേഷം ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആവുന്നതും ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പോലീസുകാർക്ക് പോലും ഇടപെടേണ്ടി വരുന്നതും, ശേഷം കുംഭമേളയ്ക്കിടെ പകുതിക്ക് വെച്ച് തന്റെ കച്ചവടം മതിയാക്കി ഈ പെൺകുട്ടിക്ക് ആളുകളുടെ തിരക്ക് കാരണം മടങ്ങി പോകേണ്ടി വരുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്ത, ഈ പെൺകുട്ടി ഒരു ബോളിവുഡ് ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി കരാറിൽ ഒപ്പിട്ടു എന്നുള്ളതാണ്. ഇതിനിടെയാണ് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ചടങ്ങിന് വേണ്ടി പെൺകുട്ടി കോഴിക്കോട് എത്തുന്നത്. അതറിഞ്ഞ നിരവധി ആളുകൾ ആകാംക്ഷയിൽ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഹണിറോസുമായി ബന്ധപ്പെട്ട കേസിന് ശേഷം ആദ്യമായാണ് ബോബി ചെമ്മണ്ണൂർ കോഴിക്കോട് ഒരു ചടങ്ങിനെത്തുന്നത്. മഹാകുംഭമേളയുടെ മൊണാലിസയെ കൊണ്ടുവന്നിട്ട് പോലും സാധാരണഗതിയിൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെയോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെയോ സദസ്സുകളിൽ ഉണ്ടാകാറുള്ള ജനപങ്കാളിത്തം ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ കേസ് ബോബി ചെമ്മണ്ണൂർ തിരിച്ചടിയാകുമോ എന്നുള്ള സംശയവും ഇക്കാര്യങ്ങൾ നമ്മൾ ഉയർത്തുന്നുണ്ട്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.